ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അറിയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, കണ്ണൂരിൽ ഇനിയിപ്പോൾ പുനരാലോചന ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉറച്ചു കേൾക്കുന്നത്. ടി ഒ മോഹനന്റെ പേര് തന്നെയാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ കെ സുധാകരൻ ഏത് രീതിയിലേക്ക് പോകുമെന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. കാരണം കണ്ണൂർ സീറ്റിൽ മത്സരിച്ചേ പറ്റൂ എന്നുള്ളൊരു കടുംപിടുത്തത്തിൽ നിൽക്കുകയാണ് കെ സുധാകരൻ. ഡൽഹിക്ക് പോയിട്ടുണ്ട്, നേതാക്കളുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയും എ കെ ആന്റണിയും ഉൾപ്പെടെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ, പറഞ്ഞു മനസ്സിലാക്കാനുള്ള നീക്കങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ണൂരിൽ മത്സരിക്കുമെന്നുള്ള ഉറച്ച ഒരു തീരുമാനത്തിൽ തന്നെ നിൽക്കുകയായിരുന്നു കെ സുധാകരൻ. അതിനിടയിലാണ് കണ്ണൂരിൽ അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ള വാർത്തകൾ കൂടി പുറത്തുവരുന്നത്. അദ്ദേഹത്തിന്റെ ഈ കടുംപിടുത്തത്തിന്റെ കൂടി ഫലമായിട്ടാണ് കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടികയും ഇത്രയധികം വൈകുന്നത് എന്നൊക്കെ പ്രവർത്തകർക്കിടയിൽ ഉൾപ്പെടെ ചർച്ചയാകുന്ന ഒരു സമയം കൂടിയാണ്. വിനീത വി ജി വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, കണ്ണൂരിൽ കെ സുധാകരൻ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് നേതൃത്വം കടന്നോ? തീർച്ചയായും കണ്ണൂരിൽ നിലവിൽ ഒരു പുനരാലോചന ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് ആ വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഈ ഹൈക്കമാൻഡിന് മേൽ ഇത്തരത്തിലേക്ക് ഒരു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ആ സമ്മർദ്ദത്തിന് നിന്നുകൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് നേതാക്കൾ ഉള്ളത്. ഒപ്പം തന്നെ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് ഇതിലൊരു അന്തിമ തീരുമാനം എടുത്തതാണ്. പിന്നീട് വീണ്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു മാറ്റം കൊണ്ടുവരണമെങ്കിലോ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വീണ്ടും ഒരു മാറ്റത്തിലേക്ക് എത്തണമെങ്കിലോ വീണ്ടും അത്തരത്തിലേക്ക് ഒരു സമിതി കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരൻ ഈ ചെലുത്തുന്ന ഈ സമ്മർദ്ദത്തിന് മുന്നിൽ നിന്നു കൊടുക്കുകയാണ് എങ്കിൽ അത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ട്, അസം, പോണ്ടിച്ചേരി, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലേക്ക് സമ്മർദ്ദം ഉണ്ടാവുകയാണ് എങ്കിൽ, ഈ സീറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദം ഉണ്ടാവുകയാണ് എങ്കിൽ അതിന് വഴങ്ങിക്കൊടുക്കേണ്ടതായിട്ടുണ്ടാകില്ലേ എന്നൊരു ചോദ്യമാണ് ചില നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോഴും കണ്ണൂരിൽ നേരത്തെ പരിഗണിച്ചിരുന്ന മോഹന്റെ പേര് തന്നെയാണ് നിലവിലും നമുക്ക് അറിയാൻ കഴിയുന്നത്. അന്തിമഘട്ടത്തിലും അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ സുധാകരന്റെ പേര് കണ്ണൂരിലേക്ക് ഇല്ല എന്നുള്ള ചില സൂചനകളാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്നത്. കണ്ണൂരിൽ പുനരാലോചന ഇല്ല എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുക എളുപ്പമുള്ള കാര്യമാണോ വിനീത? ഇപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ണൂരിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കും, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി രൂപീകരിക്കും എന്നുള്ള നീക്കത്തിലേക്കൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാനിങ്ങുകളൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. അതുകൂടി പാർട്ടിക്ക് മുന്നിൽ വരില്ലേ? അതുകൂടി അവർക്ക് പരിഗണിക്കേണ്ടതില്ലേ? തീർച്ചയായും അത്തരം കാര്യങ്ങൾ അതിൽ തുടക്കം മുതൽ തന്നെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരനെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് തുടരുന്നുണ്ട്. അതിനിടയിൽ സുധാകരൻ ഡൽഹിയിൽ തന്നെ തുടരുകയും ഒന്നിലധികം തവണ ഇന്നും അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറയുകയും അദ്ദേഹം സ്വന്തമായ ഒരു പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു, 25 ഇടങ്ങളിൽ അദ്ദേഹം കോൺഗ്രസിനെതിരെ മത്സര രംഗത്ത് സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നൊക്കെ പറയുന്നു. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവ് ഇത്രയും വലിയൊരു പ്രതിരോധത്തിന് വേണ്ടിയിട്ട് വലിയ സമ്മർദ്ദം ചെലുത്തുകയും ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയൊരു സമ്മർദ്ദത്തിന് മുന്നിൽ നിന്നു കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മറ്റിടങ്ങളിലും സമാനമായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വഴങ്ങേണ്ടതായിട്ടുണ്ടാകില്ല എന്നുള്ള ചില ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിൽ വീണ്ടും ഒരു പുനരാലോചന വേണ്ട എന്ന തരത്തിലേക്ക് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ പിന്നീട് നേതൃത്വം സുധാകരനുമായൊക്കെ തന്നെ സംസാരിച്ച അക്കാര്യങ്ങളിൽ ഒരു അനുനയത്തിലേക്കൊക്കെ കൊണ്ടെത്തിക്കാനുള്ളൊരു സാധ്യത തന്നെയാണുള്ളത്. പക്ഷേ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വം നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഒരു നിലപാട് എടുത്താൽ വളരെ കർക്കശത്തോടെ അതേ നിലപാടുമൊക്കെയായി മുന്നോട്ട് പോകും. ഏതാണെങ്കിലും ഈ ഘട്ടത്തിൽ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയായിരിക്കും നിർണായകം. ഏതാണെങ്കിലും നിലവിൽ അങ്ങനെ ഒരു പുനരാലോചനയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനം അത് നേതൃത്വം എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലേക്കുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഉള്ളത് കൂടിക്കൊണ്ട് തന്നെയാണ് നിലവിൽ ഈ പട്ടിക ഇത്രയും വൈകുന്നത് എന്നുള്ള ചില വിവരങ്ങൾ കൂടിയാണ് ലഭ്യമായിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇന്നലെ മാരത്തോൺ ചർച്ചകളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ രാത്രി 3-3:30 വരെയൊക്കെ നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗം, പൊതുവെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം കഴിഞ്ഞ മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ ആ പട്ടിക പ്രഖ്യാപിക്കേണ്ടതാണ്. പക്ഷേ ഇന്നലെ യോഗം കഴിഞ്ഞ് ഇത് അടുത്ത ദിവസം എത്തിയിരിക്കുന്നു. ഇനിയും പട്ടിക പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇത്തരത്തിലേക്കുള്ള ചില ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള ചില പ്രതിസന്ധികളൊക്കെ നേതൃത്വം നേരിടുന്നു എന്നതുകൂടി കൊണ്ട് തന്നെയാണ് ഈ പട്ടിക വൈകുന്നത് എന്ന ചില വിവരങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്നത്. ഏതാണെങ്കിലും കണ്ണൂരിൽ അത്തരത്തിലേക്ക് ഒരു പുനരാലോചന ഇല്ല എന്ന വിവരമാണ് നിലവിൽ ലഭ്യമായിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാനോ മറ്റോ ശ്രമിക്കുന്നുണ്ടോ വിനീത? നമുക്കറിയാം ഇന്ന് അദ്ദേഹം തിരിച്ചു വരേണ്ടതായിരുന്നു ഡൽഹിയിൽ നിന്ന്, പക്ഷേ അത് മാറ്റിയിട്ടുണ്ട്. നാളെ ആയിരിക്കും അദ്ദേഹത്തിന്റെ യാത്ര എന്നൊക്കെയാണല്ലോ വിവരങ്ങൾ പുറത്തു വരുന്നത്. രാത്രി 9:30 അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് വലിയ സ്വീകരണമൊക്കെ തന്നെ നേരത്തെ ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹം പരിഗണിക്കപ്പെടുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ നേരത്തെ ലഭ്യമായിരുന്നു. അതിനെ തുടർന്ന്
അദ്ദേഹത്തിന് വലിയ സ്വീകരണങ്ങളൊക്കെ തന്നെ നാട്ടിൽ ഒരുക്കിയിരുന്നു. പക്ഷേ അതിന് പിന്നാലെ ഇപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം യാത്ര മാറ്റിയതായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നാളെ രാവിലെ, അതായത് ഈ പട്ടിക വന്നതിന് ശേഷം മാത്രം ഡൽഹിയിൽ നിന്ന് മടങ്ങാനുള്ള ഒരു നീക്കമാണോ അദ്ദേഹത്തിന്റെ അതെന്നുകൂടി അറിയേണ്ടതായിട്ടുണ്ട്. ഏതാണെങ്കിലും അദ്ദേഹം ഇപ്പോഴും ഡൽഹിയിലെ ഈ ഫ്ലാഗിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹവുമായി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന് വേണ്ടി രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ സംസാരിക്കുകയും അവർ അദ്ദേഹത്തിന് വേണ്ടി ഖർഗെയോടും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയോടും ഒക്കെ അദ്ദേഹത്തിന് സീറ്റ് നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടിയൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുക്കുകയാണ് എങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃകയാകില്ല. അതൊരു തെറ്റായ സന്ദേശമല്ലേ നൽകുന്നതെന്നടക്കമുള്ള ചില വിമർശനമാണ്. ഇത്തരത്തിലേക്കുള്ള ഈ സമ്മർദ്ദത്തിൽ വഴങ്ങി നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അതിന്റെ ഒരു ഏറ്റവും പ്രധാനമായി പറയേണ്ടത് അതൊരു ക്രമീകരണം എന്നുള്ളത് കൂടി തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഒരു തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നു. ആ യോഗമാണ് തീരുമാനിക്കുന്നത് എവിടെയൊക്കെ ആരൊക്കെ വേണം. അത് ഏറ്റവും അന്തിമഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിന് ശേഷം അത് അംഗീകരിക്കുകയാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചെയ്യുന്നത്. അങ്ങനെ ഇന്നലെ ചേർന്ന യോഗത്തിന് പിന്നാലെ ഇന്നലെ ചേർന്ന യോഗത്തിൽ ഖർഗെ ഉൾപ്പെടെ വലിയ വിമർശനങ്ങളാണ് ഈ എംപിമാർ മത്സരിക്കുന്നതിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് വീണ്ടും സുധാകരനെ പരിഗണിക്കുകയാണെങ്കിൽ അത് നിലവിൽ കൊണ്ടുവന്നിരുന്ന ഒരു കീഴ്വഴക്കത്തെ, അത് ആ കീഴ്വഴക്കത്തെ ആകമാനം അട്ടിമറിക്കപ്പെടുന്നതാണ്. അത് ആ പാർട്ടിയെ നല്ല രീതിയിൽ ഗുണം ചെയ്യില്ല എന്നടക്കമുള്ള ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ ആ പേരില്ല, സുധാകരന്റെ പേര് പരിഗണിക്കുന്നില്ല എന്ന തരത്തിലുള്ള ചില വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. പട്ടിക നീണ്ടുപോകാനടക്കം കാരണം അത് തന്നെയാണെന്നാണ് അറിയുന്നത്. ഏതാണെങ്കിലും എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.